അവകാശങ്ങൾ നേടിയെടുക്കാൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ തൊഴിലാളികളുടെ താക്കീത് തൊഴിലാളികളുടെ താക്കീത് തൊഴിലാളികളുടെ താക്കീത് തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവരെ അധികാരത്തിൽ വന്നവരെ അധികാരത്തിൽ വന്നവരെ നൽകുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അസംബ്ലിക്കകത്ത് എന്ത് ചോദിച്ചാലും ദാർഢ്യത്തോടുള്ള കാര്യങ്ങൾ പറയും. അതല്ലാതെ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കണ്ണു തുറപ്പിക്കാൻ നമ്മൾ ഇന്ന് ഈ മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്ന പരിപാടി. തൊഴിലാളികൾ നേരിട്ട് എന്നെ രക്ഷിക്കണം, എന്റെ കുടുംബത്തെ രക്ഷിക്കണം, ഞങ്ങൾ പദ്ധതിയിലാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ അംശാധാരം പോലും തിരിച്ചു നൽകുന്നില്ല ായി നിൽക്കുന്ന ഒരു മേഖലയാണ് കാസർഗോഡ് ജില്ല. പലപ്പോഴും ജില്ലാ പ്രസിഡന്റ് രാഘവൻ അടക്കമുള്ള ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുമ്പോൾ വളരെ വികാരത്തോടുകൂടിയാണ് ഈ ജില്ലയിലെ നിർമ്മാണ തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് വെച്ച് നടത്താൻ ഈ അവസരത്തിൽ തീരുമാനിച്ചത്. ഇന്ന് ഇതേ സമയം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള പോസ്റ്റ് ബോക്സിന്റെ മുമ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ നിർമ്മാണ തൊഴിലാളികൾ ഇതുപോലെ മുഖ്യമന്ത്രിക്ക് കത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. 14 ജില്ലയിലും തൊഴിലാളികൾ ഇന്ന് കത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. ഈ ആവശ്യങ്ങൾ 15 മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ അടക്കം, വിവാഹധന സഹായം അടക്കം, വിദ്യാഭ്യാസ സഹായം അടക്കമുള്ള ആനുകൂല്യങ്ങൾ അടിയന്തരമായി നൽകാൻ തയ്യാറാണ്. ഒപ്പം ക്ഷേമനിധി ബോർഡിന്റെ പൈസ, തനത് ഫണ്ട്, നമ്മുടെ ഫണ്ട് സർക്കാർ എടുത്തുകൊണ്ടുപോയി ശമ്പളം കൊടുക്കാനും വഴിമാറ്റി ചെലവഴിക്കാനും ഉപയോഗിക്കുന്നു. ആ ഫണ്ട് അടിയന്തരമായി തിരികെ സമർപ്പിച്ച് ക്ഷേമനിധി ബോർഡിന് ജീവൻ നൽകണം എന്നുമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് നമ്മുടെ സമരത്തിന്റെ തുടക്കമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു, പേരിന് വേണ്ടി 1 or 2 ഒക്കെ കൊടുത്തു. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു കൊടുക്കുമെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ മാത്രം കൊടുക്കുന്ന ഒരു പ്രക്രിയയായി കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ മാറുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് കണ്ടില്ല എന്നടിക്കാൻ കഴിയില്ല. കേരളത്തിലെ സംഘടിത തൊഴിലാളി വർഗം INTUസിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ജനവഞ്ചനയിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന പിണറായി വിജയൻ, ദാർഢ്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന പിണറായി വിജയൻ, അഴിമതിയിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന പിണറായി വിജയനും കുടുംബവും ഇത് കണ്ടില്ല എന്നടിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അതിശക്തമായ പോരാട്ടവുമായി KSKNDC നിർമ്മാണ മേഖലയെ സംരക്ഷിക്കാൻ, നിർമ്മാണ തൊഴിലാളി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ അതിശക്തമായ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ സമരത്തിന് ഐതിഹാസികമായ ആ സമരത്തിന് തുടക്കം കുറിക്കാൻ കാസർഗോഡ് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, തൊഴിലാളി സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം വിശ്രമമില്ലാതെ ഞങ്ങൾ തുടരും. ഏതറ്റം വരെ പോകാൻ വേണ്ടി വന്നാൽ ക്ഷേമനിധി ഓഫീസുകൾ കെരാവോ ചെയ്തുകൊണ്ട്, സ്തംഭിപ്പിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള അന്തിമ സമരത്തിന് നമ്മൾ തയ്യാറാകും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇത്രയും തൊഴിലാളികൾ തങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്രയും തൊഴിലാളികൾ ഈ സംസ്ഥാനതല പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതിന് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ കത്തയക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമ്മള് ഇവിടെ 1-2 നേതാക്കന്മാരോട് പ്രസംഗം കഴിഞ്ഞാൽ നമ്മൾ ആ പോസ്റ്റ് ബോക്സിന്റെ അടുത്ത് പോയി നമ്മൾ പോസ്റ്റ് ചെയ്യുക.
അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഒരു കത്തിച്ച് നമ്മൾ എല്ലാവരും ഒരു കത്തി സംസ്ഥാന പ്രസിഡന്റ് ടി ചരചന്ദ്ര പ്രസാദ് അവர்களോട് INTUC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്കുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ തൊഴിലാളി മേഖല ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന നിർമ്മാണ തൊഴിലാളി ഒതുങ്ങണേ ഹലോ നിരന്തരമായി വിതരണം ചെയ്യണം. നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട വിഭാഗ ധനസഹായം അടക്കം, ആരോഗ്യ ധനസഹായം അടക്കമുള്ള, വിദ്യാഭ്യാസ സഹായം അടക്കമുള്ള ആനുകൂല്യങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും ക്ഷേമനിധി ബോർഡിൻ്റെ ഫണ്ട് സർക്കാർ വകമാറ്റി ചെലവഴിച്ചത് അത് തിരികെ നൽകണമെന്നും അതിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു അന്തിമ സമരത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ന് മുഖ്യമന്ത്രിക്ക് നിർമ്മാണ തൊഴിലാളികൾ കത്തയക്കുന്ന ഒരു സമര പരിപാടിക്ക് നമ്മൾ രൂപം നൽകി തുടക്കം കൊടുത്തു. ഇന്ന് കാസർഗോഡ് ഇവിടെ ഈ സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള പോസ്റ്റ് ബോക്സിൽ കത്തുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സമര പരിപാടി ഇവിടെ ആരംഭിക്കുമ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് ചേർന്നുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ നിർമ്മാണ തൊഴിലാളികൾ അവിടെ കത്തയക്കൽ സമരം നടത്തുകയാണ്. 14 ജില്ലകളിൽ. ഇത് സൂചനയാണ്. ഇത് തെറ്റ് നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് തിരുത്താൻ ഈ സർക്കാർ തയ്യാറായില്ല എങ്കിൽ അടുത്ത മാസം 15-ന് മുമ്പ് ഓണം വരികയാണ്. സെപ്റ്റംബർ 2-ാം വാരമാകുമ്പോൾ ഓണമാണ്. പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അടുത്ത മാസം രാഷ്ട്രപതിക്ക് കത്തയക്കാൻ, കാരണം കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ് സമയത്ത് പാസ്സാക്കിയ നിയമമനുസരിച്ച് നൽകേണ്ട ആനുകൂല്യങ്ങൾ അതുപോലും ഇവിടെ വകമാറ്റി ചെലവഴിക്കും നമുക്ക് നൽകേണ്ടത്. ഇവിടെ നമുക്ക് സർക്കാർ നൽകേണ്ടത് ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമനിധി ബോർഡിൻ്റെ ക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കാൻ അതിനുള്ള കൃത്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് പറയുമ്പോൾ ആ പൈസ കിട്ടുന്നത് സർക്കാർ അടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. നിർമ്മാണ തൊഴിലാളികൾ പട്ടിണിയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കോവിഡ് വന്നപ്പോഴും നോട്ട് നിരോധനം വന്നപ്പോഴും ഭീകരമായ വെള്ളപ്പൊക്കം വന്നപ്പോഴും പട്ടിണിയിലായത്, പേമാരി സമയത്തും പട്ടിണിയിലായത് കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളാണ്. ഇത് സർക്കാരിന് മനസ്സാക്ഷിയില്ല. ഹൃദയവും മനസ്സുമില്ലാത്ത ഒരു സർക്കാരായി ഇരട്ടച്ചങ്കെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഹൃദയവും മനസ്സും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ആ